ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. മധുരമുള്ള മാങ്ങാച്ചാർ. ഒരു 15 മാങ്ങ എടുത്തിട്ടുണ്ട്. അത്ര പച്ചമാങ്ങയല്ല, ഒരു മഞ്ഞ കളറായ മാങ്ങയാണ്. മധുരമുള്ള അച്ചാറാകുമ്പോൾ ഇങ്ങനത്തെ മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. കഴുകി തുടച്ച് മുറിച്ചെടുത്തതാണ്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ: നല്ലെണ്ണ, ഇഞ്ചി അരച്ചത്, 6 വലിയ പച്ചമുളക്, അച്ചാർ പൊടി 100 ഗ്രാം. ഇത് ശർക്കര, കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തത്. കുറച്ച് ശർക്കര, നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ശർക്കര എടുത്താൽ മതി. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, പച്ചമുളക്, ഇഞ്ചി അരച്ചത്, തീ കുറച്ച് വെക്കണം. എന്നിട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മാങ്ങ ഇടാം. ഉപ്പിടാം. നന്നായി ഇളക്കി കൊടുക്കാം. അച്ചാർ പൊടിയുടെ ചുവപ്പ് കളർ മാറരുത്, കരിഞ്ഞു പോകരുത്. അച്ചാർ പൊടി ചുമന്ന കളർ മാറുന്നതിന് മുമ്പേ മാങ്ങ ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ്. മാങ്ങ ഒന്ന് ചെറുതായി ഒന്ന് വേവാനായിട്ട് ഒരിത്തിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടാം. മാങ്ങ ഒന്ന് നന്നായി ചൂടായി. ഇനി ശർക്കര ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചാൽ നമ്മളുടെ അച്ചാർ റെഡിയായി. കുറച്ച് നന്നായി ഒന്ന് തീ കത്തിക്കുക. ഇനി കുറച്ച് കൂട്ടിയിടുക. ഇനി തീ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് പോരാ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി ഇടാൻ വേണമെങ്കിൽ, ഇപ്പം നമ്മൾ അച്ചാർ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ കായപ്പൊടി വേറെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിലെല്ലാം ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ഇടാം. അച്ചാറൊന്ന് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച്
വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കാം. മധുരവും പുളിയും ഉപ്പും എല്ലാം ഉള്ള ഒരു മാങ്ങാച്ചാറാണ്. നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ഇറക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. അച്ചാർ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കായപ്പൊടി വേണമെങ്കിൽ ചേർത്താം. മുളക് പൊടി മാത്രമാണ് ഇടണമെങ്കിൽ കായപ്പൊടി ചേർത്തണം. ഇതിപ്പോൾ അച്ചാർ പൊടി ആയതുകൊണ്ട് കായപ്പൊടി വേറെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാം. മധുരമുള്ള അച്ചാറാണ്. മധുരമുള്ള അച്ചാറുകൾ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, മാങ്ങ വെച്ച്. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കിയത്, അപ്പോൾ വേഗം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ഉരുളിയിലോ കാസ്റ്റ് അയണിലോ ഇൻഡാലിയത്തിലോ ഒക്കെ ഉണ്ടാക്കുന്നവർ അച്ചാറായ ഉടനെ ഇറക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ആറണ വരെ ആ പാത്രത്തിൽ വെക്കരുത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്ക്. സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഈസി ആയിട്ട് ഉണ്ടാക്കാം.